പണ്ടൊരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാർ കമ്പനി ഒരു ഇന്ത്യക്കാരനോട് പറഞ്ഞു, കാറുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല. നിങ്ങൾ കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് തന്നെ വലിയ തെറ്റായിപ്പോയി. സ്വന്തം ബ്രാൻഡിനെ അന്ന് കളിയാക്കി പറഞ്ഞുവിട്ട ആ വെള്ളക്കാരന്റെ മുന്നിൽ നിന്നും തല കുമ്പിട്ട് തിരിച്ചിറങ്ങിപ്പോന്ന ആ മനുഷ്യൻ പക്ഷെ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് കുത്തിയിരുന്ന് പഠിച്ചു, പിഴവുകൾ തിരുത്തി, ടെക്നോളജിയും ഡിസൈനും മെച്ചപ്പെടുത്തി. പിന്നെ കാലചക്രം തിരിഞ്ഞ 10 വർഷങ്ങൾ. ഇക്കുറി അതേ വമ്പൻ കാർ കമ്പനി വീണ്ടും അയാൾക്ക് മുൻപിലെത്തി. നഷ്ടത്തിലായ കമ്പനിയുടെ മോഡലുകൾ നിങ്ങൾ ഏറ്റെടുക്കണം എന്നതായിരുന്നു ആവശ്യം. ഉള്ളിൽ ഒരു ചെറു പുഞ്ചിരിയോടെ അന്ന് ഫോർഡ് എന്ന അമേരിക്കൻ കമ്പനിയുടെ ജാഗ്വാർ, ലാൻഡ് റോവർ എന്നീ മോഡലുകൾ സ്വന്തമാക്കിയ ആ ഇന്ത്യൻ വ്യവസായിയുടെ പേര് രത്തൻ ടാറ്റ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളായ രത്തൻ ടാറ്റയെ രൂപപ്പെടുത്തിയതിൽ ഒരു പ്രധാന പങ്ക് വിദേശ വിദ്യാഭ്യാസത്തിനുമുണ്ട്. അമേരിക്കൻ ജീവിതവും ലോകോത്തര സ്ഥാപനങ്ങളിലെ പഠനവും രത്തൻ ടാറ്റയുടെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കി. അത് അദ്ദേഹത്തിന് അത്യാധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവ് നൽകി. ലോക വിപണിയിൽ തന്നെ മത്സരശേഷിയുള്ള ഒരു ബ്രാൻഡായി ടാറ്റയെ വളർത്തിയെടുക്കാനുള്ള പ്രാപ്തി നൽകി. അതിന്റെ പ്രയോജനം കിട്ടിയത് ഇന്ത്യ എന്ന നാടിന് മുഴുവനുമാണ്. ടാറ്റയുടെ 1ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ.